ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവജന ശ്രോതാക്കളായ നിങ്ങൾക്ക് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനം. വാത്സല്യ ദൈവമക്കളെ, ഇന്നത്തെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കും. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു. അതെ, നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ ഓർത്ത്, ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെ ഓർത്ത് നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെടുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായിരിക്കുക. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക. കർത്താവായി യേശു ക്രിസ്തു തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ എത്രയും വേഗം മധ്യാകാശത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. അതിനാൽ ആ യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള കൃപ, ആ കൃപ നിങ്ങൾ പൂർണ്ണ പ്രത്യാശയോടെ ഓർക്കുവാനാണ് ദൈവജനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി വന്നെന്ന് വരാം. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തിലും തൻ്റെ വചനത്തിലും നാം ആശ്രയിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമുക്ക് ദൈവകരം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഞാനിങ്ങനെ ഓർക്കുകയാണ്, തേടി വന്നോ ദോഷിയാം എന്നെയും നാഥ എന്ന പാട്ടെഴുതിയ EV ദാനിയേൽ കുട്ടി എന്ന ഉപദേശി തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ പാട്ട് എഴുതുവാൻ ഇടയായിത്തീർന്നത്. ഈ ദാനിയേൽ കുട്ടി ഉപദേശി കർത്താവിനെ അറിഞ്ഞതിന് ശേഷം തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ ഇറങ്ങുന്നതിന് മുൻപ് തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം അധ്യാപക വൃത്തിയിൽ കുറേ നാൾ ആയിരിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ദൈവവിളി തനിക്കുണ്ടാകുകയും താൻ പൂർണ്ണ സമയ സുവിശേഷകനായി ഇറങ്ങുകയും ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഒരിക്കൽ EV ദാനിയേൽ കുട്ടി ഉപദേശി പത്തനാപുരത്ത് നിന്ന് പത്തനംതിട്ടയ്ക്ക് ഒരു സുവിശേഷ യോഗത്തിന് വേണ്ടി കടന്നുപോയി. അവിടെ ചെന്ന് യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഉച്ച കഴിഞ്ഞ് തിരിച്ച് തൻ്റെ സ്വദേശത്തേക്ക് മടങ്ങി വരുന്ന സമയത്ത് നടന്ന് ക്ഷീണിച്ചവശനായി താൻ കോന്നിയിൽ എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അവിടെ കണ്ട ഒരു ചായക്കടയുടെ മുൻപിൽ ഉണ്ടായിരുന്ന ബെഞ്ചിൽ താൻ ചെന്നിരുന്നു. കാരണം ദീർഘദൂരമായി നടന്നതിൻ്റെ ക്ഷീണം തൻ്റെ ശരീരത്തെ ആകെ ബാധിച്ചിരുന്നു. ആ ക്ഷീണിച്ചവശനായി ആ ചായക്കടയുടെ ബെഞ്ചിലിരിക്കുമ്പോൾ തൻ്റെ കണ്ണ് ചായക്കടയ്ക്കുള്ളിലിരിക്കുന്ന അലമാരിയിലേക്കൊന്ന് നോക്കാനിടയായി. അവിടെ കണ്ട പലഹാരങ്ങൾ എല്ലാം തന്നെ മോഹിപ്പിച്ചു. മാത്രമല്ല, തനിക്കൊന്ന് കിട്ടിയാൽ കൊള്ളാം എന്ന ആഗ്രഹവും തൻ്റെ ഹൃദയത്തിലുണ്ടായി. എന്നാൽ എന്ത് ചെയ്യാൻ, നിർഭാഗ്യവശാൽ തൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അല്പസമയം അവിടെ ഇരുന്ന് താൻ ചിന്തിച്ചു. ആ സമയത്ത് തൻ്റെ ഹൃദയത്തിൽ ഇമ്പമായൊരു സ്വരം കേൾക്കാനിടയായി. അതിങ്ങനെയാണ്, ദാനിയേൽ കുട്ടി, നീ എന്താണ് ചിന്തിക്കുന്നത്? ഈ കാണുന്നതെല്ലാം നിന്റെ പുറമേയുള്ള മനുഷ്യനെ പോഷിപ്പിക്കുന്നതിന് ഉതകുന്നതല്ലേ? എന്നാൽ നിന്റെ അകമേയുള്ള മനുഷ്യനെ പോഷിപ്പിക്കാൻ എൻ്റെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കാം. അതാണ് നീ ചെയ്യേണ്ട കാര്യം എന്ന ഇമ്പമായ ഈ ശബ്ദം താൻ കേൾക്കുവാനിടയായിട്ട് ആ സമയത്ത് തൻ്റെ ഹൃദയം ആത്മാവിൽ നിറയുവാൻ ആരംഭിച്ചു. ആത്മനിറവിൽ താൻ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ആ ചായക്കടയിലേക്ക് സ്വദേശികളായ ചില ആളുകൾ വന്നുകൂടുവാൻ തുടങ്ങി. അപ്പോൾ താൻ ആ ബെഞ്ചിലിരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ എഴുതി, പോഷിപ്പിക്ക പത്യവചനമാം ക്ഷീരത്താൽ എന്നെ നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച്
പച്ചപ്പുൽ ശയ്യയിൽ കിടത്തിടുന്നോനെ. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ബാക്കിയുള്ള വരികൾ കൂടി താൻ എഴുതി ആ ഗാനം അവിടെ പൂർത്തീകരിച്ചു. പിന്നീട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ പാട്ട് താൻ പാടുവാൻ ആരംഭിച്ചു. താൻ ആ പാട്ട് പാടിയപ്പോൾ അവിടെ കൂടി വന്നിരുന്ന ആളുകളെല്ലാം തനിക്ക് ചുറ്റും കൂടി. ആ പാട്ടിൻ്റെ അവസാനം താൻ അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. അല്പസമയത്തെ പ്രസംഗത്തിന് ശേഷം ചിലർ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് താൻ പോകുവാനായി ആരംഭിച്ചപ്പോൾ ഒരാൾ വളരെ ഭവ്യതയോടെ തൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഉപദേശി പോകരുത്. ഉപദേശി ആ കടയ്ക്കുള്ളിലേക്ക് കയറ്റിയിട്ട് താൻ പറഞ്ഞു, ഉപദേശിക്ക് വേണ്ടുന്ന ആഹാരങ്ങളെല്ലാം വാങ്ങി കഴിച്ചുകൊള്ളാൻ പറഞ്ഞു. നന്നേ ക്ഷീണിച്ചവശനായിരുന്ന ഉപദേശി തൻ്റെ ക്ഷീണം മാറ്റാൻ മാത്രം ഉള്ള ആഹാരം അവിടെ നിന്ന് വാങ്ങിക്കഴിച്ച് തൻ്റെ സ്വദേശത്തേക്ക് താൻ മടങ്ങിപ്പോകുവാനിട്ടിടയായിത്തീർന്നു. വാത്സല്യ ദൈവകുഞ്ഞുങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ കഷ്ടതകളും ഈ ലോകത്തിൻ്റെ ഇല്ലായ്മകളിലും നമ്മൾ തകർന്നു പോകുവാനല്ല, മറിച്ച് നമുക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കഷ്ടത മാറും, നമ്മുടെ പ്രതികൂലം മാറും, നമ്മുടെ പ്രതിസന്ധികൾ മാറും. ഇതിനെല്ലാം അറുതി വരുന്ന ഒരു ദിവസമുണ്ട്. ആയതിനാൽ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. ഈ തിരിച്ചറിവ് നമ്മെ ക്രിസ്തുവിലേക്ക്